ഹലോ നമസ്കാരം, എൻ്റെ ആപ്പിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അലക്സ് അപ്പച്ചൻ. നമ്മൾ ഇന്ന് നമ്മളുടെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സിലബസിലെ ഭാഗങ്ങളുമാണ് നോക്കുന്നത്. നമുക്ക് ഓരോ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ബേസിക്കായിട്ട് അറിയേണ്ട കാര്യമാണ് സിലബസ് എന്തൊക്കെ പഠിക്കാനുണ്ട്, അതിലെന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ നോട്ട് ചെയ്യാനുള്ളത് എന്നൊക്കെയുള്ളത്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ സബ്ജക്റ്റുകൾ ഓരോന്നും നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളും നോക്കാം. ഇനി നമുക്ക് മാർക്ക് സെക്യൂർ ചെയ്യാൻ നമുക്കറിയാലോ, ഒരു 50 മാർക്ക് എന്ന് പറയുന്ന ഒരു സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്ക് അത് സക്സസ്ഫുള്ളായിട്ട് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാനും ഒരു മാർക്ക് സ്കോർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ചില ടിപ്സും കൂടെ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. നമുക്ക് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ 2026 വരുമ്പോഴത്തേക്ക് ഒരുപാട് എക്സാംസ് നമുക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു സിലബസാണുള്ളത്. ആ എക്സാമിൽ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും എല്ലാ തസ്തികകളിലേക്കും നമുക്ക് ഈ പറയുന്ന സബ്ജക്റ്റുകളാണുള്ളത്. ഈ സബ്ജക്റ്റുകൾ അതിൻ്റെ മാർക്കും ഞാൻ ഈ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് നമുക്ക് ഹിസ്റ്ററി എടുക്കാം. ഹിസ്റ്ററിക്ക് ടോട്ടൽ 10 മാർക്കാണുള്ളത്. ഇത് വീണ്ടും നമുക്ക് സബ് ഡിവൈഡ് ചെയ്യണം. അത് നമുക്ക് നോക്കാം ഓരോ സബ്ജക്റ്റായിട്ട് എടുത്തിട്ട്. രണ്ടാമത്തെ ടോപ്പിക്ക് ജോഗ്രഫിയാണ്. 5 മാർക്കാണ് ടോട്ടൽ ചോദിക്കുന്നത്. എക്കണോമിക്സ് 5 മാർക്ക്, സാമ്പത്തിക ശാസ്ത്രം. സിവിക്സ് 5 മാർക്ക്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്. നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് വേണം നമുക്ക് പഠിക്കാൻ. ഇത് നമുക്ക് രണ്ടും കൂടെ ഒറ്റ സബ്ജക്റ്റായിട്ട് വേണം നമുക്കത് പരിഗണിക്കാനും. നമുക്കതിനെക്കുറിച്ചും കൂടെ പറയാം. ഇനി ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സിൽ 10 മാർക്ക് നമുക്ക് ചോദിക്കാറുണ്ട്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നമുക്ക് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി പ്രത്യേകം 5 മാർക്ക്. ഇനി സിമ്പിൾ അരിത്തമാറ്റിക്സ്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസൺ. നമ്മൾ പൊതുവേ പണ്ടുതൊട്ടേ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന ആ ഒരു കാര്യം, ഇതിനകത്ത് മെൻ്റൽ എബിലിറ്റി, സിമ്പിൾ അരിത്തമാറ്റിക്, അതായത് നമ്മൾ ഒരു 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളും റീസണിങ് പോലെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് അതിനകത്ത് ചോദിക്കുന്നത്. ഇത് നമുക്ക് വളരെ ഒരു ഹോട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. കാരണം 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജനറൽ ഇംഗ്ലീഷിലേക്ക് പോകാം. ഇംഗ്ലീഷ് നമുക്കറിയാമല്ലോ, ഗ്രാമർ, ടെൻസ്, സിനോണിംസ്, അൻറ്റോണിംസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പലപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നു. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതും 20 മാർക്കാണ്. അതും ഒരു ഹോട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇനി റീജിയണൽ ലാംഗ്വേജ്, അത് മലയാളം, കന്നഡ, തമിഴൊക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം ഭാഷയാണ് നമുക്ക് ചോദിക്കാറുള്ളത്. പദശുദ്ധി, വിപരീത പദം, പര്യായ പദം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരാറുണ്ട്. അതും 10 മാർക്കിനാണ് നമുക്ക് ചോദിക്കാറുള്ളത്. ഇത് മൂന്നും നമുക്ക് ഹോട്ട് സബ്ജക്റ്റ്സ് ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഈ അവസാനം പറഞ്ഞിരിക്കുന്ന ഈ 3 സബ്ജക്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അധികം ആയാസമില്ലാതെ വേഗം പഠിച്ചു തീർക്കാൻ കഴിയുന്ന, എന്നാൽ 50% ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20, 20, 10, 50 ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് നമ്മളുടെ ഈ ഒരു ലാസ്റ്റ് ഭാഗം. ബാക്കിയുള്ളതിൽ നിന്ന് മൊത്തം 50. അതിൽ 10 മാർക്ക് ഹിസ്റ്ററിക്ക്, 10 മാർക്ക് നമുക്ക് ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ. ഓക്കെ, ബാക്കിയുള്ളതിൽ നിന്ന് ഓരോന്നും 5 മാർക്ക് വീതവും നമുക്ക് ചോദ്യങ്ങൾ വരുന്നു. നമുക്കിത് രണ്ടും കൂടെ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ഇതിനും 10 മാർക്ക് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ പറയാമല്ലോ, നമുക്ക് ജയിക്കാനുള്ള ഒരു ബെസ്റ്റ് സ്ട്രാറ്റജിയാണ് MEM എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ പരമ്പരാഗതമായിട്ട് PSC ചോദിക്കുന്ന 3 ഭാഗങ്ങളാണ്: മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, മലയാളം. അതിന് നമുക്ക് MEM സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതിന് കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് 50 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, നമ്മളുടെ ഈ അടുത്ത കാലത്ത് ഉള്ള നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 50 മാർക്ക് 55 മാർക്കിന് ഉള്ളിൽ നമുക്ക് മാർക്ക് വരുന്നതാണെങ്കിൽ നമുക്ക് ഏതാണ്ട് എക്സാം സെക്യൂർ ആയി എന്നാണ് അർത്ഥം. അപ്പോൾ MEM എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അത് 50 മാർക്കുണ്ട്. ഇതാണ് നമുക്ക് ഈ ഒരു സിലബസ് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ സബ്ജക്റ്റായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസിലേക്കും പോകാം. നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് 10 മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏതൊക്കെ സബ് ഡിവിഷൻസ് ആണ് അതിനകത്ത് ഉള്ളത് എന്ന് നോക്കണം.
കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയും മോഡേൺ ഹിസ്റ്ററിയും കൂടെ ചേർന്നിട്ടാണ്. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ഒരുപാടൊന്നുമില്ല, നമുക്ക് പൊതുവേ ഡൽഹി സുൽത്താനേറ്റും മുഗൾ സാമ്രാജ്യവുമാണ് ചോദിക്കാറുള്ളത്. വേൾഡ് ഹിസ്റ്ററി ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്താണ് കേരളത്തിൻ്റെ കലാ സാംസ്കാരിക മേഖലയെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാവുന്നതാണ്. നമുക്ക് ഏകദേശം ഒരു 40% 4 ചോദ്യങ്ങൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന്, 4 ചോദ്യങ്ങൾ നമ്മളുടെ ഈ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാം. നമുക്ക് വല്ലപ്പോഴും ഒരു ചോദ്യം മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന്, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടും ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1-2 ചോദ്യങ്ങൾ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാം. ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിലെ ചോദ്യങ്ങൾ ഒരു 3 എണ്ണമാണെങ്കിൽ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കുറഞ്ഞിട്ട് അത് 3 ചോദ്യങ്ങളായിരിക്കും. ബാക്കി 4 ചോദ്യങ്ങൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആയിരിക്കും. ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ പാറ്റേൺ ആണ് സാധാരണ കാണാറുള്ളത്. അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയുടെ നമ്മുടെ കേരള ഹിസ്റ്ററി വെച്ച് തുടങ്ങാം. കേരള ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? യൂറോപ്യന്മാരുടെ കടന്നുവരവ് മുതലാണ് നമ്മൾ നോക്കുന്നത്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ യൂറോപ്യന്മാർ ഓരോരുത്തരും കേരളത്തിന് കൊടുത്ത സംഭാവനകൾ, അത് പോർച്ചുഗീസുകാർ കൊടുത്ത സംഭാവനകളാണ് പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി നമുക്ക് സ്ഥിരമായിട്ട് ഈ യൂറോപ്യന്മാരിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനകളെക്കുറിച്ച് ആവർത്തിച്ച് ചോദ്യങ്ങളുണ്ട്. അവരുടെ ഡച്ചുകാരുടെ ലിറ്റററി സംഭാവനയായിട്ടുള്ള ഹോർത്തൂസ് മലബാറിക്കസ് പോലെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. നമുക്കിവിടെ നോക്കാം. തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ് അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. മാർത്താണ്ഡവർമ്മ മുതൽ നമുക്ക് ഈ പറയുന്ന 1949 വരെയുള്ള ചരിത്രം നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ ശ്രീ ഇത്രയിരുന്നാൾ മഹാരാജാവിൻ്റെ കാലഘട്ടം വരെയുള്ള കാലത്തെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ, അതിൽ തന്നെ രാജാക്കന്മാരുടെ സംഭാവനകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് സേതുലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളായിരിക്കും നമുക്ക് ഡയറക്റ്റ് ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്. ഇനി സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയും. ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒരു ചോദ്യം പോലും ഇല്ലാത്ത ചോദ്യങ്ങൾ വളരെ വളരെ വിരളമാണ്. അപ്പോൾ ഒരു ചോദ്യമെങ്കിലും നമുക്ക് വരുന്ന ഒരു ഭാഗമാണ് സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ്, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. നവോത്ഥാന പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ, അവരുടെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ്, ബുക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി കേരളത്തിൻ്റെ ചരിത്രത്തിലെ നാഷണൽ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ, കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. ഇനി യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 1920 മുതൽ 1956 വരെയുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന ഐക്യ കേരളം, ഒരു മലയാളം എന്ന് പറയുന്ന ഭാഷ സംസാരിക്കുന്ന മനുഷ്യരുടെ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ പ്രൊവിൻസ് വേണം എന്ന് പറഞ്ഞിട്ട് ആവശ്യമുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. ഇനി 1956 ശേഷമുള്ള ചരിത്രമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ആദ്യത്തെ 2 or 3 മന്ത്രിസഭകളിലെ അംഗങ്ങളുടെ ഡീറ്റെയിൽസും, അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ എമർജൻസീസ്, അടിയന്തരാവസ്ഥകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ കൊണ്ടുവരുന്നത് കേരളത്തിലാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ചില ചരിത്രമാണ് സാധാരണ നമുക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹോട്ട് ടോപ്പിക്സിൽ നമുക്ക് കഴിഞ്ഞ ഒരു 15 വർഷത്തെ ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാറുള്ളത് മാർത്താണ്ഡവർമ്മയുടെ പരിഷ്കാരങ്ങൾ, അതുകൂടാതെ കൊളച്ചൽ യുദ്ധത്തെക്കുറിച്ച് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും സംഭാവനകൾ, സാംസ്കാരികപരവും ലിറ്ററേച്ചറിൻ്റെ ഭാഗത്തുമുള്ള, ഉദാഹരണത്തിന് പ്രിൻറ്റിംഗ് പ്രസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള സംഭാവനകൾ. അതേപോലെ തന്നെ മാവേലിക്കര ട്രീറ്റി ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. വൈക്കം സത്യാഗ്രഹം ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. ഇനി നവോത്ഥാന നായകന്മാരും അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നമുക്ക് ചോദിക്കാറുണ്ട്. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936 ശ്രീ തിരുനാൾ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും അവിടുത്തെ വ്യക്തികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും. ഇനി ഉത്തരവാദിത്ത ഭരണം എന്ന് പറയുന്ന രീതിയിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവിടെ ജനാധിപത്യ വ്യവസ്ഥ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മുന്നേറ്റങ്ങൾ. ഇനി ഐക്യ കേരള പ്രസ്ഥാനം. പിന്നെ അടുത്ത കാലത്തായിട്ട് അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ 1956 ശേഷമുള്ള ചരിത്രത്തെക്കുറിച്ചും സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമുക്കിനി അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാം. നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററിയെ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നും മിഡീവൽ ഹിസ്റ്ററി എന്നും രണ്ടായിട്ട് തിരിക്കുമെങ്കിലും മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ചോദ്യങ്ങൾ വളരെ വിരളമാണ്. ഒന്നിടവിട്ടുള്ള ചോദ്യങ്ങളിൽ ചിലപ്പോൾ ഈ പ്രാവശ്യം ഒരു ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്.
അതും നമ്മുടെ ഡൽഹി സുൽത്താനേറ്റോ അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഒരുപാട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് ഇരുന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്തായാലും നമുക്ക് ബേസിക്കായിട്ട് ഈ ഡൽഹി സുൽത്താനേറ്റിൻ്റെയും മുഗൾ സാമ്രാജ്യത്തിൻ്റെയും സംബന്ധിച്ചിട്ടുള്ള അവരുടെ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ അവരുടെ കാലഘട്ടത്തിലെ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഷാജഹാൻ്റെ കാലഘട്ടത്തിലെ കെട്ടിടങ്ങളെക്കുറിച്ച് അത് ആരാണ് പണിതത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ മുഗൾ സാമ്രാജ്യത്തിൻ്റെ മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റവും ഇക്തദാർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിലെ ഒരു സിസ്റ്റവും കൂടി, ഇക്ത സിസ്റ്റം എന്ന് പറയുന്ന ഒരു രണ്ട് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം കൂടി പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളും അത്യാവശ്യം നമുക്കുള്ള വായിച്ചുള്ള അറിവും നമുക്കുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് കവർ ചെയ്യാം. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ എക്സ്ട്രാ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് രാജവംശങ്ങളെക്കുറിച്ചുണ്ട്. എന്തായാലും വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചും ബാമണി സുൽത്താനേറ്റ്, ഹൊയ്സാല രാജവംശം, അങ്ങനെയുള്ള ചെറിയ ചെറിയ രാജാക്കന്മാരെക്കുറിച്ചുമൊക്കെ നമ്മളൊന്ന് ബ്രീഫായിട്ടൊന്ന് പോകുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ കടന്നു വന്നതാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ ആദ്യം പോർച്ചുഗീസുകാർ വരുന്നു, ഡച്ചുകാർ വരുന്നു. നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ പഠിച്ചതുപോലല്ല ഇവിടെ പഠിക്കേണ്ടത്. കാരണം ഈ മുഗൾ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രമാണ് നമ്മളോട് നോക്കുന്നത്, അക്ബറിൻ്റെ കാലഘട്ടം മുതലുള്ള ചരിത്രം. അതിൽ പതിയെ പതിയെ ബ്രിട്ടീഷുകാർ വന്ന്, ഫ്രഞ്ചുകാർ വന്ന്, അവർ തമ്മിലുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യ പിടിച്ചെടുത്തതെന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് ആദ്യത്തെ ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ 1800 വരെയുള്ള ചരിത്രം, അതായത് ഔറംഗസേബിൻ്റെ കാലഘട്ടം മുതൽ 1800 വരെയുള്ള ചരിത്രം എന്ന് പറയാം. എന്നിട്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണം കാരണം നമുക്ക് 2 പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഒന്നാമതായിട്ട് 2 പ്രശ്നങ്ങളല്ല, 2 കോൺസിക്വൻസസ്, 2 ആഘാതങ്ങൾ വരുന്നത്. ഒന്ന് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, ഒന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം കാരണം അവിടെ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നു, മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഒരുപാട് വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ വരുന്നത് കാരണം സമൂഹത്തിൽ കുറച്ച് നവോത്ഥാന ചിന്തകളും അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കരണമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ബ്രിട്ടീഷുകാരുടെ വികലമായ സാമ്പത്തിക നയങ്ങൾ കാരണം ഈ ട്രൈബലായിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ, പെസൻസ് ആയിട്ടുള്ള കാർഷിക മേഖലയുള്ളവർ, ഇങ്ങനെയുള്ള പല വിഭാഗത്തിൽപ്പെട്ടവർ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പലതരത്തിലുള്ള ഈ ചില കലാപങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് അത് ആ ഒരു ഭാഗത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പലപ്പോഴും ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ രാജാറാം മോഹൻ റോയും ഈശ്വരചന്ദ്ര വിദ്യാസാഗറും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്നിട്ട് ഈ കലാപങ്ങളുടെ എല്ലാം ഒരു അവസാനം എന്നുള്ള നിലയിൽ ആദ്യത്തെ 1ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1857 1ാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ഇനി അതിനുശേഷമുള്ള ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് ശേഷം തീവ്രവാദികൾ, മിതവാദികൾ എന്നിവരുടെ ചരിത്രം, സ്വദേശി പ്രസ്ഥാനം 1905 കാലഘട്ടത്തിലുള്ള ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ. ഇനി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുടെ പത്രങ്ങളുടെ പ്രസിദ്ധീകരണം, അവർ പ്രസിദ്ധീകരിച്ച പത്രങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ, അവരുടെ ആർട്ട് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് അഭിനേന്ദ്രനാഥ് ടാഗോറിൻ്റെ പെയിൻറ്റിങ്സ്, ഇതൊക്കെ നമുക്ക് അതിനകത്ത് വരും. അല്ലെങ്കിൽ ബങ്കിം ചന്ദ്ര ചാറ്റോപാധ്യായുടെ ആനന്ദമഠം എന്ന് പറയുന്ന പുസ്തകം, ഇതൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഇനി ഉള്ളത് 1915, അതായത് ഹോം റൂൾ പ്രസ്ഥാനം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ തീവ്രവാദികൾ എന്ന് പറയുന്ന മിലിറ്റൻറ്റ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 ഫേസ് ആയിട്ടുള്ള ചരിത്രം കൂടി നമുക്കുണ്ട്. റാഷ് ബിഹാരി ബോസ്, ലാലാ ഹർദയാൽ, ഭഗത് സിംഗ്, റാം പ്രസാദ് ബിസ്മിൽ, ഇങ്ങനെയുള്ളവരുടെ ചരിത്രമുണ്ട്. ഇതോടൊപ്പം നമുക്ക് ഹോം റൂൾ പ്രസ്ഥാനവും ബാലഗംഗാധര തിലകനും അനി ബസന്റിൻ്റെയും ചരിത്രമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വരുന്നത് ഗാന്ധിയൻ ഫേസാണ്. ഗാന്ധിജിയുടെ ഒരു സ്വാതന്ത്ര്യ സമരങ്ങളുടെ തുടക്കം. ഇവിടെ നമുക്ക് അതിനൊരു 3ആയിട്ട് തരംതിരിക്കാം. 1920 തൊട്ട് 1950 വരെയുള്ള കാലഘട്ടത്തിൽ, 1920 തുടക്കത്തിൽ, 19 ആ ഒരു സമയത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്വരാജ് പാർട്ടി, നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനം, അത് കഴിഞ്ഞിട്ട് സൈമൺ കമ്മീഷൻ, അങ്ങനെ മുന്നോട്ട് പോയിട്ട് 1930കളിൽ നമുക്ക് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്, ഇതാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ഗാന്ധിയൻ ഫേസ്. ഇവിടെ നമുക്ക് റൗണ്ട് ടേബിൾ കോൺഫറൻസ് പഠിക്കാനുണ്ട്, എറാവാഡ ജയിൽ പ്രൊട്ടസ്റ്റ് പഠിക്കാനുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പഠിക്കാനുണ്ട്. അങ്ങനെ കുറേ ഏറെ സംഭവങ്ങൾ. അതിൽ അവസാനം സുഭാഷ് ചന്ദ്രബോസ് തെറ്റിപ്പിരിഞ്ഞു പോകുന്നതും അത് ആസാദ് ഹിന്ദ് ഫൗജ് സ്ഥാപിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വരെയുണ്ട്. 1940കൾക്ക് ശേഷമുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടമാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആണ് ഇവിടുത്തെ 3ാമത്തെ ഗാന്ധിയൻ ഫേസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ക്യാബിനറ്റ് മിഷനും മറ്റ് കാര്യങ്ങളും ഒക്കെ, അതിന് സൈമൺ കമ്മീഷനുണ്ട്. സൈമൺ കമ്മീഷൻ അല്ല, ക്യാബിനറ്റ് മിഷനെ
മറ്റ് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ക്രിപ്സ് മിഷനെ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ, നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ നേതൃത്വത്തിൽ INA രൂപീകരണം, അതിൻ്റെ ആക്രമണങ്ങൾ, അവസാനം നമ്മളുടെ എന്താണ് ബോംബെ നേവൽ മ്യൂട്ടിനി, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ത്യ സ്വതന്ത്രമാകുന്ന ഒരു കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇനി നമുക്ക് അടുത്ത കാലത്തായിട്ട് നമ്മുടെ കേരള PSC ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ സാധാരണ ചോദിക്കാറുണ്ട്. എന്താണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചോദ്യങ്ങൾ അധികമൊന്നുമില്ല, ഇടയ്ക്ക് ചോദിക്കുന്നത് നമുക്ക് കാണാം. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ നടക്കുന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. അത് നമുക്ക് കേരളമൊക്കെ രൂപീകരിക്കപ്പെടുന്ന ആ സമയത്താണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വെറുതെ നമ്മളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ചരിത്രത്തിൽ നമ്മുടെ ISRO, അതുപോലെ തന്നെ VSSC, DRDO ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള നമ്മളുടെ സ്വാതന്ത്ര്യാനന്തര ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആ ഒരു ചരിത്രം കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മാറ്റങ്ങൾ, ഇപ്പോൾ അബുൽ കലാം ആസാദിൻ്റെ ആശയങ്ങൾ, അതിനുശേഷം അതെങ്ങനെ മുന്നോട്ട് പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആധുനിക നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരെയുള്ള ചരിത്രം. ഇനി നമ്മുടെ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷവുമുള്ള വിദേശ നയത്തെക്കുറിച്ച്, ഇപ്പം USSRനോട് ചേർന്നിട്ടുള്ള നയങ്ങൾ, അതിനുശേഷമുള്ള കാര്യങ്ങൾ, നെഹ്റുവിയൻ എക്കോണമി, അതേപോലെ തന്നെ 1990-കളിലെ നമ്മുടെ എന്താണ് ഉദാരവൽക്കരണവും എന്താണ് ന്യൂ ഗ്ലോബലൈസേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഐക്യരാഷ്ട്രസഭയുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലെ ബന്ധം, അതിനുശേഷമുള്ള കാലഘട്ടം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ ഒരു 15 വർഷത്തെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് പ്രധാനമായി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, നോൺ കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, എക്സ്ട്രീമിസ്റ്റുകൾ അതായത് ഭഗത് സിംഗ്, റാം പ്രസാദ് മുസ്ബിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ബേസ് ചെയ്ത ചോദ്യം, സ്വദേശി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. അതിൽ തന്നെ നമുക്ക് ഈ ആദ്യമകാലത്തെ ബ്രിട്ടീഷുകാരുടെ വൈസ്രോയിമാരുടെ കോൺട്രിബ്യൂഷൻസ് ചോദിക്കാറുണ്ട്. ഏതാണ്ട് ലോർഡ് കേഴ്സൺ വരെയുള്ള വൈസ്രോയിമാരുടെ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറൊക്കെയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പലപ്പോഴും ചോദ്യങ്ങൾ വരിക. ലോർഡ് ഡൽഹൌസി, അതേപോലെ തന്നെ ലോർഡ് ലിട്ടൺ, ലോർഡ് റിപ്പൺ, ലോർഡ് വെല്ലസ്ലി ഇങ്ങനെയൊക്കെയുള്ളവരെ എടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയുണ്ട്. നമുക്ക് ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിനി വേൾഡ് ഹിസ്റ്ററിയാണ്. നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കേണ്ട സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ടിലെ ഗ്ലോറിയസ് റവല്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റവല്യൂഷൻ എന്നൊക്കെ പറയും, അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം നമുക്ക് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്, നമുക്ക് ഒഴിവാക്കാൻ ഇപ്പോൾ കഴിയത്തില്ല. പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഉള്ള ചരിത്രം. അപ്പം ഇത് നമുക്ക് പലപ്പോഴും നമുക്ക് ക്ലൂ ഇല്ലാത്ത രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ചരിത്രത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം. അപ്പം പ്രധാനപ്പെട്ട കോൾഡ് വാറിലെ ചരിത്രം, അത് കഴിഞ്ഞിട്ട് എന്താണ് ഉദാരവൽക്കരണത്തിന് ശേഷമുള്ള ചരിത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ചരിത്രം, ഇതൊക്കെ നമ്മൾ നോക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഐക്യരാഷ്ട്രസഭയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെയും ചരിത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കണ്ടോണം. ഇവിടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിനെക്കുറിച്ച് ഏറ്റവും അവസാനം ഞാൻ പറയാം. എന്തായാലും ഇതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. എല്ലാത്തിനെയും താഴെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. നമുക്ക് ഈ വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ ഒരുപാട് തലമുണ്ടാക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ ഇത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കുക. അതിനുശേഷം അമേരിക്കൻ റവല്യൂഷൻ, പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ്, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ചരിത്രം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ താരതമ്യേന കുറവായതുകൊണ്ട് നമുക്ക് കൂടുതൽ ഫോക്കസ് ഇവിടെ ചോദിക്കും. കാരണം ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ ഇങ്ങനെ ആവർത്തിച്ച് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ ഇത് മൂന്നും നന്നായിട്ട് അങ്ങോട്ട് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഐക്യരാഷ്ട്രസഭയും ഈ രണ്ടാം ലോക മഹായുദ്ധാനന്തരമുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതും കൂടെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വേൾഡ് ഹിസ്റ്ററി ഏറ്റവും പ്രധാനമായിട്ടുള്ള ടോപ്പിക്കുകൾ കവറായി. ബാക്കിയുള്ളതും കൂടെ നിങ്ങൾ അതിന് സമയം അനുസരിച്ച് കവർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഫ്രഞ്ച് റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ ആവർത്തിച്ച് ചോദിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കണം. നമുക്കിനി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ തന്നെയാണ് ചോദിക്കുന്നത്. നമുക്കൊരു സംഭവം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഇന്ത്യയുടെ ആർമി എന്താണ് ഈ ഫ്രഞ്ച് നാഷണൽ ഡേയ്ക്ക്
അവരുടെ പരേഡിൽ പങ്കെടുത്തു. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്ക്, അപ്പം നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ഡയറക്റ്റ് ആയിരിക്കത്തില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചൊരു ചോദ്യം എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുക. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചരിത്രപരമായ സംഭവത്തെക്കുറിച്ച്, ഇപ്പം നമ്മുടെ ഡൽഹിയിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു പ്രതിമ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള ഒരു ചോദ്യം, ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് ആ വരുന്ന പ്രിലിംസിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയായിരിക്കും നമുക്ക് കറണ്ട് അഫയേഴ്സിൽ ചോദ്യങ്ങൾ വരിക. അറൗണ്ട് എല്ലാ സബ്ജക്ട്സിലും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഒരു ക്രോസ് ആയിട്ട് നമുക്ക് ഈ മൊത്തം സബ്ജക്ട്സിൽ നമുക്ക് ഏകദേശം 30% ചോദ്യങ്ങൾ ഓരോ സബ്ജക്റ്റിലും ഇത്തരം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കും വരിക. അത് ഇങ്ങനെ ഏറിയും കുറഞ്ഞൊക്കെ ആയിരിക്കും. ഏകദേശം ഒരു കണക്ക് 30%. ഇനി നമുക്ക് ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകാം. നമുക്ക് 5 മാർക്കാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. ഇതിൽ നമുക്ക് 3 ടൈപ്പ് ജോഗ്രഫീസാണ് പഠിക്കാനുള്ളത്. വേൾഡ് ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, അതേപോലെ തന്നെ നമ്മുടെ കേരള ജോഗ്രഫി എന്ന് പറയുന്ന 3 ചോദ്യങ്ങൾ. നമുക്ക് നോക്കാം. ജോഗ്രഫിയുടെ അടിസ്ഥാന തത്വങ്ങൾ, പ്രത്യേകിച്ച് ഭൂമിയുടെ സ്ട്രക്ചർ, മാൻഡിൽ, അതിന് താഴെ ലിത്തോസ്ഫിയർ, അതിന് താഴെ നമ്മുടെ കോറ്, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു സ്ട്രക്ചർ. അറ്റ്മോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. വിൻഡ്, അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ്, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. വിൻഡുകൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. ലോക്കൽ വിൻഡ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഉദാഹരണത്തിന് നമുക്കിപ്പം ഈ ട്രേഡ് വിൻഡുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അപ്പോൾ ഈസ്റ്റ്ലീസിനെ കുറിച്ചുള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ എൽ നീനോ അതെങ്ങനെ ബാധിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. റോക്കുകൾ, അതിൻ്റെ ടൈപ്പ്, ലാൻഡ് ഫോംസ്. ഇനി പ്രഷർ ബെൽസ് ആൻഡ് വിൻഡുകൾ, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ വിൻഡുകൾ. അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി ഭൂമിയിലെ ടെമ്പറേച്ചറും അതുമായിട്ട് ബന്ധപ്പെട്ട കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതായത് ഈ സീസൺസ്, നമ്മുടെ ഓരോ കാലങ്ങളുണ്ട്. 4 പ്രധാനപ്പെട്ട കാലങ്ങൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 മൺസൂൺ കാലഘട്ടം കൂടെ വരുന്നതുകൊണ്ട് അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ജനറലായിട്ടുള്ള ഒരു ജോഗ്രഫിയിൽ 4 കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കണം. എങ്ങനെയാണ് ഈ സീസൺസ് ഉണ്ടാവുന്നത്, ഭൂമിയുടെ ചരിവ് അതിനെ എങ്ങനെ ബാധിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഗ്ലോബൽ ഇഷ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഭൂമി മുഴുവനായിട്ട് അതിന് നല്ല രീതിയിൽ നമ്മുടെ പല കാരണങ്ങൾ കൊണ്ട്, അന്തരീക്ഷ മലിനീകരണങ്ങൾ കൊണ്ടൊക്കെ ഭൂമി മൊത്തത്തിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ്. ഇനി പലതരത്തിലുള്ള പൊല്യൂഷൻസ്, ഫോഗ് അല്ലെങ്കിൽ സ്മോഗ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓസോണിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഓസോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഓസോൺ അല്ല, നമ്മുടെ ഈ പൊല്യൂട്ടൻസ് കാരണം ഉണ്ടാകുന്ന നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ ഓസോൺസ്, അല്ലെങ്കിൽ മറ്റ് കത്തിക്കരിഞ്ഞ പുകകൾ, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഭാഗമായിട്ട് വരും. ഇനി നമ്മൾ അറ്റ്മോസ്ഫിയറും വിൻഡും പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാപ്പ്. അതേപോലെ തന്നെ നമ്മുടെ മാപ്പ്, ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിങ്, ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മൾ ഈ വിൻഡ്, അറ്റ്മോസ്ഫിയർ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം. എന്ന് പറയാൻ മാപ്പുകളെക്കുറിച്ച്, അതിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ, അതിലെ സയൻസ്, അല്ലെങ്കിൽ GIS, ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, അതൊക്കെ ഡയറക്റ്റ് നമുക്ക് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഷ്യോണോഗ്രാഫി ഉണ്ട്. ഏതൊക്കെ സമുദ്രങ്ങളാണ്, സമുദ്രങ്ങളുടെ മൂവ്മെൻറ്റ്സ്, പ്രധാനമായി സമുദ്ര അന്തർഭാഗത്തെ അതിൻ്റെ കറൻസ്, ഈ കോൾഡ് കറണ്ട്, വാം കറണ്ട്, അതൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഇനി ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് തുടങ്ങിയ വിവിധ കോണ്ടിനെൻസിൽ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ. അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏത്, ഏഷ്യയിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏത്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് നോക്കുന്നത്. നമുക്ക് ഫിസിക്കൽ ജോഗ്രഫിയിൽ നമ്മൾ നോക്കുമ്പം അറൗണ്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ്, അതേപോലെ തന്നെ ട്രേഡ് വിൻഡ്സ്, റിവർ സിസ്റ്റം, പ്രധാനപ്പെട്ട ലോകത്തിലെ നദികൾ, സോയിൽ ടൈപ്സ്, ഫോൾഡ് മൗണ്ടൻസ്, അതോടൊപ്പം നമ്മളുടെ റിമോട്ട് സെൻസിങ്ങും മാപ്പും GISും പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടതാണ്. നമുക്കിനി ഇന്ത്യൻ ഫിസിയോഗ്രഫിയെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമാണ് രണ്ടാമത് നമുക്ക് ജോഗ്രഫിയിൽ പഠിക്കാനുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ഓരോ സംസ്ഥാനങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. സിന്ധു നദി, ഗംഗ, യമുന, ബ്രഹ്മപുത്ര തുടങ്ങുന്നവ. ഇനി നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഗംഗ, യമുന നദീതടങ്ങളുടെയും ബ്രഹ്മപുത്രയുടെയും സിന്ധു നദിയുടെ ഇടയിലുള്ള ഒരു ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിൽ ഈ വിന്ധ്യ മലനിരകൾക്ക് മുൻപായിട്ട് ഇങ്ങനെ കിടക്കുന്ന വലിയ ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു പ്രദേശം. അതിൻ്റെ പ്രത്യേകതകൾ, അവിടുത്തെ ഡിപ്പോസിഷൻസ്,
ഇപ്പോൾ ഖാദർ അല്ലെങ്കിൽ ബാബർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതിൻ്റെ ഡിപ്പോസിഷൻസും കാര്യങ്ങളൊക്കെ നോക്കണം. ഇനി പെനിൻസുലാർ പ്ലേറ്റു ഏതാണ്ട് വിന്ധ്യ മലനിരകൾക്ക് ശേഷം ഉയർന്നു നിൽക്കുന്ന വലിയ പീഠഭൂമികളാണ്. ആ പീഠഭൂമികൾ ഏതൊക്കെയാണ്, അത് എവിടൊക്കെ ഇങ്ങനെ പടർന്നു കിടക്കുന്നു, ഡെക്കാൻ പീഠഭൂമി എത്രയായിട്ട് നമുക്ക് വിഭജിക്കാം, അത് കഴിഞ്ഞിട്ട് അത് എവിടം വരെയാണ്. ഇനി കോസ്റ്റൽ പ്ലെയിൻ ക്ലൈമറ്റ്, അത് പ്രധാനമായിട്ട് വെസ്റ്റ് കോസ്റ്റ്, ഈസ്റ്റ് കോസ്റ്റും ഉണ്ട്, കൊറമണ്ടൽ കോസ്റ്റ് ഉണ്ട്, കൊങ്കൺ കോസ്റ്റ് ഉണ്ട്, മലബാർ കോസ്റ്റ് ഉണ്ട്, അതിന് ടൈപ്പ്, അതിൻ്റെ പ്രത്യേകതകൾ. ഇനി നാച്ചുറൽ വെജിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടേക്കാണ് ഫോറസ്റ്റുകൾ, ഇവിടൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ചെടികളാണ് വളരുന്നത്, അപ്പം ആൽപൈൻ ഫോറസ്റ്റ് എവിടെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി ഇന്ത്യയിൽ മൊത്തത്തിലുള്ള അഗ്രികൾച്ചർ രീതികൾ, അത് ഇപ്പോൾ ഖാരിഫ് ക്രോപ്പാണോ, അതിൽ ഏതൊക്കെ ക്രോപ്സ് വളരുന്നുണ്ട്, അതിൻ്റെ സീസൺസ് ഏതൊക്കെ പ്രദേശങ്ങളിലാണ്, ഇപ്പോൾ കറുത്ത മണ്ണുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കോട്ടൺ വളരുന്നത് എവിടെയൊക്കെയാണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, അപ്പോൾ ഉദാഹരണത്തിന് ചോട്ടാ നാഗ്പൂർ പ്ലേറ്റൂവിനടുത്ത് എന്ത് തരം മിനറലാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഡെക്കാൻ പ്ലേറ്റൂവിനടുത്തായിട്ട് അല്ലെങ്കിൽ കർണാടകയിൽ ഏത് മിനറലാണ് കിട്ടുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം. ഇനി എനർജി സോഴ്സസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ട് നമുക്ക് ഈ സോളാർ വിൻഡുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. ബയോമാസ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കണം, അത് ഏത് നദികളിലാണെന്ന് പഠിക്കണം. ഇനി ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, എയർ, റെയിൽവേ, എയർ തുടങ്ങുന്നവ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. അതായത് പ്രധാനപ്പെട്ട നമ്മുടെ വാട്ടർ വേസ്, നാഷണൽ വാട്ടർ വേ 1 ഏതാണ്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും വലുത് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളുള്ള സംസ്ഥാനം ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രധാനപ്പെട്ട നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് കവർ ചെയ്യണം. നമുക്കിവിടെ സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങളിൽ ഈ നാഷണൽ വാട്ടർ വേസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇനി നമ്മളുടെ വെസ്റ്റേൺ ഗാട്ട്സിനെ കുറിച്ച് ചോദ്യങ്ങൾ, വെസ്റ്റേൺ ഗാട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നാഷണൽ പാർക്കുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ സാധാരണ വരാറുണ്ട്. പിന്നെ കോസ്റ്റൽ ഫീച്ചേഴ്സ്, അതും സാധാരണ ചോദിക്കാറുണ്ട്. പ്രധാന ഈ വെസ്റ്റേൺ ഗാട്ട്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അത് പ്രധാനമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ പാർക്കുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് പലപ്പോഴും വരാറുണ്ട്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ നമുക്ക് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് കേരള ഫിസിയോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ ബാക്കി രണ്ട് നമ്മുടെ സബ് ടോപ്പിക്കിനേക്കാൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് കുറച്ചും കൂടെ ഫാക്ച്വലായിട്ട് പഠിക്കേണ്ടതാണ്. നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറില്ല, പക്ഷേ വല്ലപ്പോഴും ഒക്കെ ചോദ്യങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കാറുമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഭൂമിശാസ്ത്രഘടന, മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറയുന്ന 3 ഡിവിഷൻസ്. ഓരോ സംസ്ഥാനവും അതിൻ്റെ പ്രത്യേകതകളും. ഇനി കേരളത്തിലെ നദികൾ, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ, അതിൻ്റെ പ്രത്യേകതകൾ ഏതൊക്കെ, ഇവിടെയുള്ള വളരുന്ന സസ്യജാലങ്ങൾ, വൈൽഡ് ലൈഫ്, പ്രത്യേകിച്ച് കേരളത്തിലെ ഈ കാടുകൾ, അതിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ കേരളമായിട്ട് ബന്ധപ്പെട്ട് ഈ നദികൾ, പ്രത്യേകിച്ച് പെരിയാർ നദിയെ പോലെയുള്ള നദികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഈ പാലക്കാട് ചുരം പോലെയുള്ള ചുരങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട്, വെള്ളച്ചാട്ടങ്ങൾ, ഇങ്ങനെ കുറച്ച് ഫാക്ച്വലായിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജോഗ്രഫിയിൽ ടോട്ടലി വരിക. ഇനി ജോഗ്രഫിയിൽ നമ്മുടെ പൊല്യൂഷൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, പ്രധാനമായും മൈക്രോ പ്ലാസ്റ്റിക്സ്, ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങുന്ന കാര്യങ്ങൾ ഈ അടുത്ത കാലത്തായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അതും കൂടെ നമ്മളൊന്ന് നോക്കേണ്ടതാണ്. ഇത്രയാണ് നമ്മളുടെ മെയിൻ ടോപ്പിക്സ്. നമുക്ക് ഇനിയുള്ളത് ഇക്കണോമിക്സ് ആണ്. 5 മാർക്കിനാണ് നമുക്ക് ഇക്കണോമിക്സ് വരിക. 5 മാർക്കിൽ കൂടുതലും പലപ്പോഴും വരാറുണ്ട്. ഒരു 8 മാർക്കിന് വരെയൊക്കെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തുടങ്ങുന്ന ബേസിക് ആയിട്ടുള്ള ഇക്കണോമിക്സ് ടോപ്പിക്സാണ്. ഇപ്പോൾ നമുക്ക് GDP, GNP ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇത് തമ്മിലുള്ള കാൽക്കുലേഷൻസ്, GDPയും GNPയും തമ്മിലുള്ള കാൽക്കുലേഷന്. ഇനി നമുക്ക് എന്താണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താ, നമ്മുടെ നാഷണൽ പ്രോഡക്റ്റ് എന്നുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഒരു വാല്യൂ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനും കൂടെ അറിയണം. നമ്മുടെ ഇപ്പോൾ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളിൽ വെറുതെ നമ്മൾ GDP എന്താണ്, GNP എന്താണ് എന്നൊക്കെ വെറുതെ പഠിച്ചാൽ പോരാ. ഇപ്പോൾ ഡിപ്രിഷിയേഷൻ എങ്ങനെയാണ് ഒരു ഇക്കോണമിയെ ബാധിക്കുന്നത് അല്ലെങ്കിൽ GDPയെ ബാധിക്കുന്നത്, അപ്പം എന്താണ് ഓവർസീസിൽ നിന്ന് വരുന്ന ഇൻകം എങ്ങനെയാണ് അതിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ ടെക്നിക്കലായിട്ട് ഒരു ലോജിക്കലി പഠിച്ചു വെക്കേണ്ടതാണ്.
ഓക്കെ, നമുക്ക് ഇനി നോക്കുമ്പോഴത്തേക്ക് എക്കോണമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ ഇക്കോണമിക് പ്ലാനിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട് 5 ഇയർ പ്ലാനിങ്. നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ 5 ഇയർ പ്ലാനിങ് എന്ന് പറയുന്നത്. 5 ഇയർ പ്ലാനിങ്, പഞ്ചവത്സര പദ്ധതികൾ, അതിൻ്റെ ചരിത്രം, ഓരോ പഞ്ചവത്സര പദ്ധതിയിലും ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട സെക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടതാണ്. ഇനി നീതി ആയോഗിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് പലപ്പോഴും വരാറുണ്ട്. ഈ പ്ലാനിംഗ് കമ്മീഷൻ അതിന് പകരം ഇപ്പോൾ വ്യവസ്ഥാപിതമായിട്ട് മാറിയ ഒരു ബോഡിയാണ് നീതി ആയോഗ്. ഇനി ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഇക്കോണമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ IBRD അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും സാധാരണ ഇപ്പം കൂടുതലായിട്ട് ഇപ്പോൾ ചോദിച്ചു വരുന്നത് കാണാം. റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇപ്പം നാണയം അച്ചടിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ എക്കോണമിക് ഇൻ്റർവെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാൽക്കുലേഷൻസും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ഇപ്പോൾ റെപ്പോ റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, റിവേഴ്സ് റെപ്പോ റേറ്റ്, അഥവാ അതൊക്കെ എങ്ങനെയാണ് അതിനെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ ലിക്വിഡിറ്റി എങ്ങനെ ബാധിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി പബ്ലിക് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഇനി ബഡ്ജറ്റ്, പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി, ടാക്സ്, കൺസ്യൂമർ എന്ന് തുടങ്ങുന്ന പോയിന്റും കൂടെ നമ്മൾ പഠിക്കണം. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഗവൺമെൻറ് എല്ലാ വർഷവും വെക്കേണ്ട ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏതൊക്കെ സെക്ടറിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്, ഇന്ത്യയുടെ ടോട്ടൽ GDP എന്ത്, അതിൻ്റെ എത്ര ശതമാനമാണ് ഇന്ന സെക്ടറിന് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതോടൊപ്പം തന്നെ അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസസും വരണം. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഇതിന് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. നമുക്ക് ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് യൂണിയൻ ബഡ്ജറ്റ്, റവന്യൂ സ്ട്രീംസ്, യൂണിയൻ ബഡ്ജറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് വേണം. ഇനി RBIയുടെ ഫങ്ഷൻസ് നമുക്ക് കാര്യമായിട്ട് ചോദിക്കാറുണ്ട്. അതിൽ തന്നെ റെപ്പോ റേറ്റ്സ്, റിവേഴ്സ് റെപ്പോ റേറ്റ്സ്, CRR, SLR, ഇനി ഈ മണി സപ്ലൈ, മണി ലിക്വിഡിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ടൂൾസ്, അത് റിസർവ് ബാങ്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് ആവർത്തിച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ പറയുന്ന നാഷണൽ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും നാഷണൽ ഇൻകോമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. GDP, NNB, GNB, 5 ഇയർ പ്ലാൻസ്, നീതി ആയോഗ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി നമുക്ക് ഈ പറയുന്ന ടാക്സിനെ കുറിച്ചും ഏതാനും ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇനിയുള്ള 2 സബ്ജക്റ്റ് സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമാണ്. നമുക്കിത് രണ്ടും കൂടെ ചേർത്ത് ഒറ്റയ്ക്ക് നമുക്ക് പൊളിറ്റി എന്ന് വിളിക്കാം. നമുക്ക് ഇതിനകത്ത് ഏറ്റവും നമുക്ക് പൊതുവെ പഠിക്കാൻ കുറച്ചും കൂടെ നമുക്ക് ലോജിക്കലി മനസ്സിലാക്കാനും ഒക്കെ എളുപ്പമായിട്ടുള്ള ഒരു 2 ടോപ്പിക്കാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് പൊളിറ്റി എന്ന് പറയാം. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പഠിക്കുക, ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുക. ഇതിൽ നമുക്ക് ഈ സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തം നോക്കുമ്പോഴത്തേക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രീആമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, അതായത് ഭരണഘടനാ ഭേദഗതികൾ, പഞ്ചായത്തി രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അടിയന്തരാവസ്ഥ, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഏതൊക്കെ നിയമങ്ങൾ ആർക്കൊക്കെ, പാർലമെൻറ്റിനാണോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റാണോ അവരുടെ അവകാശങ്ങൾ, ഇതൊക്കെ ആയിരിക്കും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പൊതുവായിട്ടുള്ളത്. ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ നിന്ന് വലിയ വ്യത്യസ്തമില്ലാതെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻ, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മീഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അടുത്ത കാലത്ത് വന്നിട്ടുള്ള വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഇനി ലോക്പാൽ, ലോകായുക്ത, ഇത് രണ്ട് നമ്മുടെ അഴിമതിക്ക് എതിരായിട്ട് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോഴത്തേക്ക് മന്ത്രിസഭകൾ, ജുഡീഷ്യറി നമ്മുടെ കോടതി സംവിധാനം, ലെജിസ്ലേച്ചർ പാർലമെൻറ്റും നിയമസഭകളും, എലക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ്, എലക്ഷൻ കമ്മീഷൻ തുടങ്ങുന്ന കാര്യങ്ങൾ, ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസ്, അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ലേബർ എംപ്ലോയ്മെൻറ്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസീസ്. ഇനി
നമ്മുടെ ഭൂപരിഷ്കരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പേഴ്സൺസ്, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ എക്കോണമി, സ്റ്റാറ്റിക്കൽ ഡാറ്റ, ഇതൊക്കെ കൂടുതലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമുക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് പൊളിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് ചോദിക്കാറുള്ളത്. നമുക്ക് 352 ആർട്ടിക്കിൾ 352 അടിയന്തരാവസ്ഥയുടെ എമർജൻസി പ്രൊവിഷൻസ് ചോദിക്കാറുണ്ട്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ 368 കുറിച്ചുള്ള ചോദ്യങ്ങൾ. ഇനി ആർട്ടിക്കിൾ 19 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കുന്നു. ഇനി പഞ്ചായത്തി രാജ്, RTI, UPSCയുടെയും PSCയുടെയൊക്കെ റോളുകൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. എന്തായാലും ഫണ്ടമെൻ്റൽ റൈറ്റ്സും നിർദ്ദേശിക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഒഴിവാക്കി നമുക്ക് ഒരു ചോദ്യവും വരാറില്ല. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നമ്മളുടെ ടോപ്പിക്സ്. ഇനി നമുക്ക് ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ് എന്ന് പറയുന്ന 4 ഭാഗങ്ങളായിട്ട് ചേർത്തിട്ടുള്ള മൊത്തം എത്രയാണ്, നമുക്കൊരു 10 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നമുക്കിതിനകത്ത് തന്നെ ഒരു 4 ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ 3 ഭാഗങ്ങളായിട്ട് നമുക്കതിനെ തിരിക്കാം. കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് ചോദിക്കുന്നതും ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇതിലെ കല എന്ന് പറയുന്ന ഭാഗത്തേക്ക് നോക്കാം. ആർട്ട് എന്ന് പറയുന്ന ഭാഗത്ത് അതിലെന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. അത് മുഴുവൻ നമ്മൾ നോക്കിയിട്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സും കൂടെ നമുക്കൊന്ന് പറയാം. കല എന്ന് പറയുമ്പോഴത്തേക്ക് കലാ മേഖലയിലുള്ള വിവിധ കലകളെക്കുറിച്ചുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ദൃശ്യശ്രാവ്യ കലകൾ എന്ന് പറയുമ്പോൾ പാട്ടുകൾ, നമ്മുടെ നാടകങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ദൃശ്യാവിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് സിനിമ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് കലകളിൽ ഒരു ഭാഗമായിട്ട് വരുന്നത്. ഇനി ഇവയായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പരിശീലനം, ഉദാഹരണത്തിന് എന്താണ് നമ്മുടെ കലാമണ്ഡലം പോലെയുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശസ്തമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ, ഇതാണ് നമുക്ക് വരുന്നത്. ഇനി കായിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കുന്നത് കായിക രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ച് നമുക്ക് ചോദിച്ചേക്കാം. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്പോർട്സ് പേഴ്സണെ കുറിച്ച് ചോദിക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ തലത്തിലുള്ള കായിക താരങ്ങളെക്കുറിച്ചും നമുക്ക് ചോദിക്കാം. ആഗോളതലത്തിൽ ഇപ്പം മെസ്സിയോ അല്ലെങ്കിൽ റൊണാൾഡോ പോലെയുള്ളവരെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വന്നേക്കാം. ഇനി പ്രധാനപ്പെട്ട കായിക ഇനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നോക്കണം. ഇനി അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് ആർക്ക് കിട്ടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട അവാർഡുകൾ, ഈ അവാർഡുകൾ അന്താരാഷ്ട്ര തലത്തിലും നോക്കണം, ദേശീയ തലത്തിലും കേരളത്തിൻ്റെ തലത്തിലുമുള്ള വിവിധ കായിക ഇനങ്ങളിൽ ഈ എന്താണ് ഓരോരുത്തർ അല്ലെങ്കിൽ ടീമുകളോ അല്ലെങ്കിൽ വ്യക്തികളായിട്ടോ നേടിയിട്ടുള്ള അവാർഡുകളെക്കുറിച്ച് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ട്രോഫികൾ നമ്മൾ പരമ്പരാഗതമായിട്ട് പഠിക്കുന്ന കുറേ ട്രോഫി, ഉദാഹരണത്തിന് നെഹ്റു നെഹ്റു ട്രോഫിയും അതിനകത്ത് വരും. വള്ളംകളി എന്ന് പറയുന്ന ഭാഗവും അതിനകത്ത് തന്നെ വരുന്നതാണ്. എന്തായാലും സന്തോഷ് ട്രോഫി ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. ഇനി നമുക്ക് കായിക ഇനങ്ങൾ, അതിനകത്ത് പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫുട്ബോളിൽ എത്ര പേരാണ് കളിക്കുന്നത് ഓരോ ടീമിലും, ക്രിക്കറ്റിൽ എത്ര പേരാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടോ, അല്ലെങ്കിൽ ഹോക്കിയിൽ എത്ര പേര് കളിക്കും, ഗോൾഫിൽ എത്ര പേരുടെ കളിയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇനി പ്രധാന പദങ്ങൾ നമുക്ക് പലപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. അതായത് ക്രിക്കറ്റിലെ ഇപ്പം ഡക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ക്ലീൻ ബൗൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള പല സാങ്കേതിക പദങ്ങളുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കാത്ത ചില പദങ്ങളും ഉണ്ടാവും. പല കായിക മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും, ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഏറ്റവും അവസാനം നടന്ന ഒളിമ്പിക്സ്, ഇനി നടക്കാൻ പോകുന്ന ഒളിമ്പിക്സുകൾ, അവിടുത്തെ സ്ഥലങ്ങൾ, വേദികൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, നമുക്ക് ഒരുപാടൊന്നും ഇല്ലെങ്കിലും ആ പ്രകടനങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. നമുക്കൊരു മാർഗ്ഗമെങ്കിലും അവിടെ കിട്ടും. വിൻ്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ് എന്നിവ അതുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മൾ നോക്കണം. റെസ്ലിംഗ് പോലെയുള്ളതിലൊക്കെ നമുക്ക് പാരാ ഒളിമ്പിക്സിലൊക്കെ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പ്രത്യേകം നോക്കേണ്ടതാണ്. നമുക്ക് ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, ഈ 4 ഇന്ത്യ പ്രധാനമായിട്ട് പങ്കെടുക്കുന്നതാണ്. അതിൽ വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ, മറ്റ് കുറച്ച് ഫാക്ട്സും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ടതാണ്. ഇനി ദേശീയ ഗെയിംസ്, നാഷണൽ ഗെയിംസ് ഉണ്ട്. ആ ദേശീയ ഗെയിംസിൽ വരുന്നിട്ടുള്ള പ്രധാനപ്പെട്ട കായിക താരങ്ങളും മത്സര ഇനങ്ങളും, അതിൽ എന്താണ് ഏതെങ്കിലും മലയാളികൾക്ക് നേട്ടമുണ്ടോ, അതൊക്കെ നമ്മൾ നോക്കണം. അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. പിന്നെ നമുക്ക് ജനറലായിട്ട് ഓരോ രാജ്യത്തിൻ്റെയും
നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെ ലോക രാജ്യങ്ങളുടെയും കായിക ഇനങ്ങളും അവയുടെ പ്രധാനപ്പെട്ട കായിക മേഖലയെ കുറിച്ചുമൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. ഇനി സാഹിത്യ മേഖലയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാളത്തിൻ്റെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നോക്കണം. ഉദാഹരണത്തിന് മണിപ്രവാളം, ചമ്പു എന്നൊക്കെ പറയുന്നതൊക്കെ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. മണിപ്രവാള സാഹിത്യ ശൈലി, ചമ്പു ശൈലി, പച്ചമലയാള പ്രസ്ഥാനം, അല്ലെങ്കിൽ മഹാകാവ്യങ്ങൾ, അല്ലെങ്കിൽ ഉത്തരാധുനികമായിട്ടുള്ള പല കാൽപ്പനികമായിട്ടുള്ള ചില സാഹിത്യ പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പം കുമാരനാശാൻ്റെ കാൽപ്പനിക പ്രസ്ഥാനം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട കൃതികളും കർത്താക്കൾ, അതിൽ തന്നെ ഏറ്റവും ആദ്യം ആയിട്ട് ഇപ്പോൾ നോവൽ എന്ന് പറയുന്ന ഒരു ജോണർ, അതിൽ ആദ്യമായിട്ട് എഴുതപ്പെട്ട നോവൽ ഏതാണ്, അത് എഴുതിയതാരാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വരാം. അപ്പോൾ ഓരോ പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ നോക്കണം. ഇനി എഴുത്തുകാരും അവരുടെ തൂലികാനാമങ്ങളും നമ്മൾ ലിസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ചില ഇപ്പം കേരള കാളിദാസൻ എന്നറിയപ്പെട്ടത് ആര്, അങ്ങനെയൊക്കെയുള്ള ചില, അല്ലെങ്കിൽ ഉറൂബ് എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥ പേരെന്ത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. ഇനി കഥാപാത്രങ്ങൾ, കൃതികൾ, ഇത് നമ്മൾ നോക്കണം. ഇപ്പോൾ കറുത്തമ്മ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഏത് കൃതിയിലെ ഒരു കഥാപാത്രമാണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. ഇനി പ്രശസ്തമായ വരികൾ, അത് എഴുതിയിട്ടുള്ള എഴുത്തുകാർ, ഇത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി മലയാള പത്രപ്രവർത്തനം, അതിൽ രാജ്യസമാചാരമോ അല്ലെങ്കിൽ അത് ദീപികയോ അത് മുതൽ ഇങ്ങോട്ടുള്ള മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പത്രപ്രവർത്തനം, അതിൻ്റെ വർഷം, അതിന് തുടക്കം കുറിച്ചവർ, അതിൻ്റെ മറ്റു കാര്യങ്ങൾ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട മാഗസിൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് പറയാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഓടക്കുഴൽ അവാർഡ്, ജ്ഞാനപീഠം അവാർഡ്, ഇങ്ങനെയൊക്കെയുള്ള അവാർഡുകളുടെ നമ്മൾ ടോട്ടലൊരു കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഓടക്കുഴൽ അവാർഡ് നേടിയ വനിതകൾ ആരൊക്കെ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. ഇനി മലയാള സിനിമയും സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് PSC ചോദിക്കാറുള്ളത്. മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, ഇപ്പോൾ ഡാനിയൽ, അത് അല്ലെങ്കിൽ വേറെ, അത് കഴിഞ്ഞിട്ട് മോഹൻലാൽ വരെയുള്ളവരുടെ, ഇപ്പം ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ കുറിച്ച് ഒക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം. മലയാള സിനിമയും ദേശീയ അവാർഡുകളിൽ ഈ പറയുന്ന അവാർഡുകൾ നേടിയിട്ടുള്ളവർ ആരൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സാഹിത്യത്തിൻ്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി സംസ്കാരം എന്ന് പറയുന്ന, കൾച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ തനതായിട്ടുള്ള ആഘോഷങ്ങൾ, ഇപ്പോൾ ഓണത്തെക്കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ വിഷുവിനെക്കുറിച്ച്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, ഇപ്പോൾ തെയ്യം പോലെയുള്ള സ്ഥലം, അതൊക്കെ എവിടെയാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം എവിടെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇനി സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകന്മാർ, അവരുടെ സംഭാവനകളുമൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ കലാ സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് യുനെസ്കോ അംഗീകരിച്ച കൂടിയാട്ടം, മുടിയേറ്റ്, തെയ്യം പോലെയുള്ള കലകളെക്കുറിച്ച്, പ്രധാനപ്പെട്ട ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ, പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് അക്കിത്തം, MT വാസുദേവൻ നായർ, ഇങ്ങനെയൊക്കെയുള്ളവരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സിനെ കുറിച്ചും നാഷണൽ ഗെയിംസിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലിറ്റററി വർക്ക്സിനെ കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്സിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ചരിത്രപരമായിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും നമുക്ക് ഇടയ്ക്കൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അത് ചരിത്രമായിട്ടും കൂടെ ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ സയൻസും കമ്പ്യൂട്ടർ ടെക്നോളജിയുമാണ്. നമുക്ക് ഈ 5 മാർക്കാണ് കമ്പ്യൂട്ടറിന്. സയൻസ് എന്ന് പറയുന്നത്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കാണ്. അപ്പം രണ്ടും കൂടെ ചേർത്ത് നമുക്ക് കമ്പ്യൂട്ടർ ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് ഒരുമിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എടുക്കാം. ഇതിൽ ഹാർഡ്വെയർ നമ്മൾ പഠിക്കണം, സോഫ്റ്റ്വെയർ നമ്മൾ പഠിക്കണം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് പഠിക്കണം, ഇൻ്റർനെറ്റ് പഠിക്കണം, സൈബർ ക്രൈംസ് എന്നിവ. ഈ 5 കാര്യങ്ങളാണ് നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അറിയാമല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ഇപ്പം നമ്മുടെ മോണിറ്റർ, കീബോർഡ്, ഇതാണ് ഹാർഡ്വെയർ. നമുക്ക് കാണാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസസ്, പ്രൈമറി, സെക്കൻഡറി, റാം, SSD, HDD, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിന് കാരണമായിട്ടുള്ള അതിൻ്റെ ഉള്ളിലുള്ള വർക്കാണ്. നമുക്ക് കാണാൻ പറ്റുന്നില്ല, അനുഭവിക്കാൻ പറ്റുന്നില്ല, പക്ഷേ നമുക്കെന്താണ്, അത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്. ഇപ്പം വിൻഡോസ്, ലിനക്സ്, ഇതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടാസ്ക് ആയിരിക്കും. ഇപ്പോൾ ചിത്രം വരയ്ക്കാൻ വേണ്ടി MS Paint ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി MS Word ഉപയോഗിക്കുന്നു, ബ്രൗസ് ചെയ്യാൻ വേണ്ടി Google ഉപയോഗിക്കുന്നു. അപ്പോൾ ടൈപ്പ് ഓഫ് ബ്രൗസർ,
ടൈപ്പ് ഓഫ് എന്താണ് ഈ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അതും കൂടെ നോക്കണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണ്, പോപ്പുലർ സോഫ്റ്റ്വെയറുകൾ, ഇപ്പം MS Word, സ്പ്രെഡ്ഷീറ്റ്, ഡാറ്റാബേസ് പാക്കേജ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇനി ബേസിക് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ തരത്തിലാണ് ഇപ്പം നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കമാൻഡുകൾ, അങ്ങനെയുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ. ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ചോദ്യമൊക്കെ വല്ലപ്പോഴും വരാറുണ്ട്, സാധാരണ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. LAN WAN MAN അല്ലേ, നമ്മൾ കമ്പ്യൂട്ടർ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ കണക്ടറുകൾ, അതിൻ്റെ മറ്റു കാര്യം, ഇപ്പോൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ LAN ആണോ WAN ആണോ, ഏതാണ് ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി നെറ്റ്വർക്ക് ഡിവൈസസ്, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ഗേറ്റ് വേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പക്ഷേ അത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി ഇൻ്റർനെറ്റിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ എന്താണ്, WWE, ഇമെയിൽ എന്താണ്, സെർച്ച് എഞ്ചിൻ എന്താണ്, അതിൻ്റെ ഉദാഹരണങ്ങൾ ചോദിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഉദാഹരണങ്ങൾ, ഇപ്പോൾ ഫേസ്ബുക്ക്, ഇപ്പോൾ ഓർക്കുട്ട് അല്ലെങ്കിൽ വാട്സപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. വെബ് ഡിസൈനിങ്, നമുക്ക് ബ്രൗസർ, HTML, ഇമെയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും ചോദിക്കാം. ഇപ്പം ഗൂഗിൾ ക്രോം, അപ്പോൾ ഇതിനകത്തൊരു 4 ഓപ്ഷൻസ് തന്നിട്ട് അതിനകത്ത് ഇതിൽ പെടാത്ത ഏതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇനി സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെയിൻസ് എക്സാമിന് പഠിക്കുന്നത് പോലെ IT ലോ ഒന്നും എടുത്ത് വെച്ച് പഠിക്കേണ്ട, പക്ഷേ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസ്, ഇപ്പം ഒരാൾക്ക് മെയിൽ അയച്ചിട്ട് ആ മെയിൽ വഴി അയാളുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പെൻഡ്രൈവ് വെച്ചിട്ട് ഒരു ക്രൈം നടത്തുന്നു, അല്ലെങ്കിൽ വേറൊരാളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആൾമാറാട്ടം നടത്തുന്നു ഡിജിറ്റലായിട്ട്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട ലോസും മറ്റു കാര്യങ്ങളും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമാണ് അതിനകത്തുള്ളത്. ഇനി നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കിനാണ് വരുന്നത്. നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ പോളിസി ഉണ്ട്. അതേപോലെ തന്നെ എവറിഡേ സയൻസ് നമുക്ക് സാധാരണ ചോദിക്കാറുണ്ട്. നമ്മൾ ഈ 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന കെമിസ്ട്രി ഇൻ എവറിഡേ എന്നൊക്കെ പറയുന്ന ടൈപ്പാണ്. ഇനി പബ്ലിക് ഹെൽത്ത്, കമ്മ്യൂണിറ്റി മെഡിസിൻ, നമ്മളുടെ അടിസ്ഥാനപരമായിട്ട് ഏതൊക്കെ രോഗങ്ങൾക്കുള്ള വാക്സിൻസ് എന്തൊക്കെ, ഹ്യൂമൻ ബോഡി, നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഏതൊക്കെ ന്യൂട്രീഷൻസ്, വിറ്റാമിൻ C എന്തിനാണ്, വിറ്റാമിൻ D എന്തിനാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആദ്യം വരുന്നത്. ഇനി നമ്മുടെ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് ഉണ്ട്. നമ്മുടെ ISROയുടെ പ്രധാനപ്പെട്ട സാറ്റലൈറ്റ്സ്, അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ റോക്കറ്റുകളാണ് വിട്ടത്, അല്ലെങ്കിൽ ഏത് റോക്കറ്റ് ഏതിനു വേണ്ടി വിട്ടു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നമുക്കിപ്പം ജനറലായിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ ചോദിക്കാം. സ്പേസ് എക്സിനെ കുറിച്ച് ചോദിച്ചേക്കാം. അപ്പോൾ ഡ്രാഗൺ റോക്കറ്റിനെ കുറിച്ച് ചോദിക്കാം. DRDO എന്ന് പറയുമ്പോൾ നമ്മളെ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ്, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. ഇനി എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരും പലപ്പോഴും. നമുക്കറിയാം സോളാർ എനർജിയൊക്കെ കാര്യമായിട്ടിപ്പോൾ നമുക്ക് പ്രചാരത്തിലുണ്ട്, ബയോ ഫ്യൂവൽ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒരു ഉദാഹരണമാണ്. ഇന്ത്യയുടെ എനർജി പോളിസികൾ നമുക്ക് ചോദിക്കാം. ഇനി വിവിധ പ്രോഗ്രാംസ് നമുക്ക് ചോദിക്കാം. എനർജി സെക്യൂരിറ്റിയെക്കുറിച്ചും ന്യൂക്ലിയർ പോളിസിയെക്കുറിച്ചും, ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി എന്താണ്, നമ്മൾ ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ്, എവിടെയൊക്കെയാണ് നമുക്ക് ന്യൂക്ലിയർ പ്ലാന്റുകളുള്ളത്, ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത് ചോദ്യങ്ങൾ വരിക. ഇനി എൻവയോൺമെൻറ്റൽ സയൻസിൽ നമുക്ക് നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അപ്പോൾ ഫോറസ്റ്റ് സംരക്ഷണം, നമ്മുടെ കാടുകളുടെ സംരക്ഷണം, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സംരക്ഷണം, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇപ്പോൾ 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അല്ലെങ്കിൽ 1980 ഫോറസ്റ്റ് ആക്ട്, ഇങ്ങനെയുള്ള ആക്റ്റുകളൊക്കെ നമുക്ക് വരാം. ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലും ഈ നമുക്ക് ഇപ്പം റാംസാർ സൈറ്റുകൾ ഇൻ്റർനാഷണൽ തലത്തിലുള്ളതാണ്. IUCN-ൻ്റെ റെഡ് ബുക്ക്, ഇതൊരു ഇൻ്റർനാഷണൽ തലത്തിലുള്ള ഇനിഷ്യേറ്റീവാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പൊതുവായിട്ട് വരാം. ഇനിയുള്ളത് ബയോഡൈവേഴ്സിറ്റിയാണ്. നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് പഠിക്കാനുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോട്ടോകോൾസ്. ഇപ്പോൾ ഉദാഹരണത്തിന് പാരീസ് പ്രോട്ടോകോൾ, ഇന്ത്യയുടെ കമ്മിറ്റ്മെൻറ്റ് എന്താണ്, ഇപ്പോൾ കാർബൺ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യ എന്താണ് ചെയ്യുന്നത്, വെസ്റ്റേൺ ഗാർഡ്സിലുള്ള പരിസ്ഥിതിയെക്കുറിച്ച് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് വരുന്നത്. ഇനി നമ്മളുടെ ഗ്രീൻ ഗ്യാസ് എഫക്റ്റ്, പൊല്യൂഷനെ, ഏതൊക്കെ പൊല്യൂഷൻ എങ്ങനെയൊക്കെയാണ് നമ്മുടെ അന്തരീക്ഷത്തെ ബാധിക്കുന്നത്, ഈ ആസിഡ് റെയിന് കാരണമായിട്ടുള്ള പൊല്യൂഷൻസ് എന്തൊക്കെ, സ്മോഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, സ്മോഗ് എത്ര ടൈപ്പാണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. ഇനി ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി തുടങ്ങുന്ന ആധുനിക നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ടേംസിനെ കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടും വരാറുണ്ട്.
നമുക്കിതിൽ ഏറ്റവും പ്രധാനമായി IT ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സൈബർ ക്രൈമിനെ കുറിച്ച് ചോദ്യങ്ങൾ സാധാരണ വരാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ്വെയറിനെ കുറിച്ച് 1-2 ചോദ്യങ്ങൾ, സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു ചോദ്യം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് വരികയും ചെയ്യാറുണ്ട്. ഇനി വാക്സിൻസ്, അതേപോലെ തന്നെ രോഗങ്ങൾ, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസിനെ കുറിച്ച്, ഈ ന്യൂക്ലിയർ പ്ലാന്റുകളെ കുറിച്ച്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. നമുക്കിനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ MEM, മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമായിട്ട് 50 മാർക്ക് നമുക്ക് കിട്ടുന്ന ഭാഗത്തേക്ക് പോകാം. ഇവിടെ സിമ്പിൾ അരിത്തമാറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. 20 മാർക്കിനാണ് ചോദ്യങ്ങൾ വരിക. ലഘുഗണിതം, സിമ്പിൾ അരിത്തമാറ്റിക്, അപ്പോൾ അത് ഏകദേശം നമുക്കൊരു 10 മാർക്കാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക് ഓപ്പറേഷൻസ്, വളരെ ലളിതമായിട്ടുള്ള സംഖ്യ, അരിത്തമാറ്റിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസാണ്. ഇനി ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, ഇപ്പോൾ 1/2 + 1/3 = 1, അല്ലെങ്കിൽ 0.001, 0.002 എന്നാണ്. അങ്ങനെയൊക്കെയുള്ള ചോദ്യം, അല്ലെങ്കിൽ ഇൻറ്റു ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഗുണിക്കാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം. ഇനി ശതമാനങ്ങളും ലാഭവും നഷ്ടവും അറിയാമല്ലോ. ഞാൻ 100 രൂപയ്ക്ക് ഇന്നത് വാങ്ങിച്ചു, എന്നിട്ട് ഞാൻ 20% കൂട്ടിയിട്ട് ഇത്ര രൂപയ്ക്ക് കൊടുത്തു, അപ്പോൾ എനിക്ക് എത്ര രൂപയാണ് ലാഭം. അല്ലെങ്കിൽ ഞാൻ 2 തവണ 15% ഒരു പ്രോഡക്റ്റിന് ആഡ് ചെയ്തു, അതേസമയത്ത് ഒരാൾ 30% ആഡ് ചെയ്തു. ഏതാണ് വലുത്, ഏതാണ് ചെറുത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. ഇതാണ് ഈ ഭാഗത്ത് വരിക. ഇനി സാധാരണ പലിശയും കൂട്ടുപലിശയും, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ പലിശയുടെ മുകളിൽ പലിശ, അത് കൂട്ടുന്ന രീതിയാണ്. അപ്പോൾ ഇത്ര വർഷം കഴിയുമ്പോൾ 2 പേര് ഇന്ന സാധനത്തിൽ പലിശ എടുത്തു, ഇപ്പോൾ ഇത്ര വർഷം കഴിയുമ്പോൾ എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. അംശബന്ധവും അനുപാതവും, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അത് ഗുണിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ സാധാരണ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന വളരെ ലളിതമായ കാര്യങ്ങളൊക്കെ തന്നെ. സമയവും ദൂരവും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലേ. അതായത് ഒരു ട്രെയിൻ ഇത്ര മീറ്ററുള്ള ഒരു പാതയിലൂടെ പോയപ്പോൾ ഇത്ര സമയം കൊണ്ട് അതിന് കവർ ചെയ്യാൻ പറ്റി, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നീളമെന്ത്. അല്ലെങ്കിൽ ഇന്ന ഒരു ബോട്ട് ഒരു കുത്തായ ഒരു നദിയിലൂടെ ഒഴുകി പോകുമ്പോൾ അതിൽ ഇന്ന സ്പീഡിലാണ് ആ വെള്ളം ഒഴുകുന്നത്, അപ്പോൾ അതിൻ്റെ സ്പീഡ് എത്ര, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി സമയവും പ്രവൃത്തിയും, എക്സ് എന്ന് പറയുന്ന ഒരാൾ 10 ദിവസം കൊണ്ട് ഇത്ര ജോലി ചെയ്തു, വൈ എന്ന് പറയുന്ന ആൾ 9 ദിവസം കൊണ്ട് അതേ ജോലി ചെയ്തു, എങ്കിൽ എക്സും വൈയും കൂടെ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് അത് തീർക്കും, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് അതിൽ വരിക. ശരാശരി, ആവറേജ്, കൃത്യങ്കങ്ങൾ, ലോ ഓഫ് എക്സ്പോണൻസ്. അപ്പോൾ a⁻x + b⁻y = ax + y, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ. ഇത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ കൃത്യങ്കങ്ങൾ എന്ന് പറയുന്നത്. ഇനി ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ. അപ്പോൾ നമുക്ക് ഒരു സ്ഫിയർ എടുക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് എടുക്കുന്നു, ഇതിൻ്റെ വിസ്തീർണമൊക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. പ്രോഗ്രഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് an = +n-1 × d എന്ന് പറയുന്ന ഒരു നമ്മൾ പഴയൊക്കെ പഠിച്ച ഒരു ഇതൊക്കെ നമ്മളുടെ ഒരു ചെറുപ്പകാലത്തൊക്കെ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു സംഖ്യ a+d ആണ്, അടുത്ത സംഖ്യ a+2d ആണ്, അപ്പോൾ nth നമ്പർ എത്രയാണ്, ഇങ്ങനെയൊക്കെയുള്ളതാണ് പ്രോഗ്രഷൻസ് വരിക. ഇനി നമുക്ക് മാനസിക ശേഷി, മാനസിക കട്ടിയുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റും. മെൻ്റൽ എബിലിറ്റി 10 മാർക്കിന് നമുക്ക് ചോദിക്കുന്നതാണ്. വളരെ എളുപ്പമാണ്, നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് ഒന്നുമില്ല, അത്യാവശ്യം ബോധം ബുദ്ധിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അങ്ങനെ ഒരു ബോധം ബുദ്ധി വളർത്തുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് ചെയ്യാനുള്ളൂ. സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ ഒരു എക്സ് വന്നു, വൈ വന്നു, ഇസഡ് വന്നു, അപ്പോൾ ഇതിൽ എത്രയാണ്, ഇത് എത്രയാണ് അല്ലേ, ഇതിലേത് വരും, അതൊക്കെയാണ് ശ്രേണികൾ. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ. അപ്പം ഈ പ്ലസ്സിന് പകരം ഇങ്ങനെ ഇടുന്നു, മൈനസിന് പകരം ഇതിടുന്നു. അപ്പം ഇത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ തന്നിട്ട് ശരിയായിട്ട് കണ്ടെത്തുക, ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണ്. സ്ഥാനനിർണ്ണയ പരിശോധന, അനലോഗി എന്ന് പറയും, വേർഡ് അനലോഗി. നമുക്ക് ഇപ്പോൾ ALEX എന്ന് പറയുന്നതിന് പകരം വേറെ WH ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറെ നമ്മൾ ലെറ്റേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു ടൈപ്പും അങ്ങനെയൊക്കെയുള്ളതാണ് ഈ ടൈപ്പ് വരിക. ഇനി ഒറ്റയാനെ കണ്ടെത്തുക, ഒരു 3-4 എണ്ണം നമുക്ക് തന്നിട്ട് അതിനകത്ത് ഓടായിട്ടുള്ളത് നമ്മൾ മാറ്റുക. സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ, ഒരു അമ്മാവൻ്റെ മകൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫാമിലി ബന്ധങ്ങൾ പറഞ്ഞിട്ട് ഈ ചിറ്റപ്പൻ്റെ മോൻ ആരാണ് എന്നൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ചോദ്യം, ഇതാണ് ഈ പറയുന്ന കുടുംബ ബന്ധങ്ങൾ. ഇനി ദിശാവബോധം, ഒരു രാജു തെക്കോട്ട് പോയി പിന്നെ ഒരു 20 കിലോമീറ്റർ വടക്കോട്ട് പോയി എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ.
ഇനി ക്ലോക്കിലെ സമയവും കോണളവും അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കണ്ണാടിയുടെ പ്രതലത്തിൽ എങ്ങനെയാണ് ഈ ക്ലോക്കിൻ്റെ ഇത് കാണുന്നത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നമുക്കിതിനകത്ത് വരിക. ഇനി കലണ്ടറും തീയതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2025 ഫെബ്രുവരി 2 ശനിയാഴ്ചയാണെങ്കിൽ 2024 ഫെബ്രുവരി 1 ഏത് ദിവസമാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളായിട്ട് സാധാരണ വരാറുള്ളത്. അപ്പോൾ നമ്മൾ അരിത്തമാറ്റിക്സിലൊക്കെ കൂടുതലും പ്രോഫിറ്റ് ലോസ്, അതുപോലെ തന്നെ ടൈം സ്പീഡ്, ടൈം കലണ്ടർ, കോഡിങ് ഡീകോഡിങ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. നമുക്ക് ഈ വരുന്ന മിക്കവാറും എല്ലാ ടോപ്പിക്സും അവർക്ക് ചോദിക്കാറുണ്ട്. കാരണം 20 മാർക്കാണ്, അവർക്ക് ഇഷ്ടംപോലെ ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ട്. അവർ മിക്കവാറും എല്ലാ ടോപ്പിക്സും ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ജനറൽ ഇംഗ്ലീഷാണ് 20 മാർക്കിന്. ഇംഗ്ലീഷ് ഗ്രാമറും ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, 2 കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ നമുക്ക് ആദ്യം എടുക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ഏതൊക്കെ ടൈപ്പ് സെൻറ്റൻസ് ആണ്, ഇൻ്റർചേഞ്ച് എങ്ങനെ സെൻറ്റൻസിനെ ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെ ടൈപ്പ് ഏതൊക്കെ ഭാഗങ്ങളാണ് അതിനുള്ളത്. എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ആക്സിലറി വെർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ്സ് നമ്മളൊരു ഇസിൻറ്റ് ഇറ്റ് എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ, ഇല്ലേ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ചോദിക്കത്തില്ല, അതുപോലത്തെ ഒരു സാധനമാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവസാനം ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കും. അങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ സാധാരണ വരാറുണ്ട്. ഇനി ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ടെൻസസ്, നമുക്ക് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, അതിൽ തന്നെ സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, അത് ശരിയാകുന്നത് എങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ടൈം നമുക്കൊരു പാസ്റ്റ് ടെൻസിലൊരു ടൈം ഇട്ടിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റുമോ, അപ്പോൾ അത് തെറ്റാകുമോ എന്നൊക്കെയുള്ള അങ്ങനെയുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ടെൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി കണ്ടീഷണൽ സെൻറ്റൻസിലുള്ള ടെൻസസ്, ഇഫ് എന്നൊക്കെയുള്ള രീതിയിൽ, പ്രിപ്പോസിഷൻസ് ഉണ്ട്, കോറിലേറ്റീവ്സ് വരുന്നുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഉണ്ട്. നമ്മുടെ മലയാളത്തിൽ ഇല്ലാത്ത ഒരു പ്രയോഗ രീതിയാണ്. അപ്പോൾ രാവണനെ കൊന്നു, രാമനാൽ കൊല്ലപ്പെട്ടു, ഇതിങ്ങനെയുള്ള സാധനം നമുക്കിവിടെ ചോദിക്കാറുണ്ട്. നമുക്ക് ഓരോ ടെൻസിലും ഓരോ ടെൻസിലും അല്ല, ഓരോ രീതിയിലും എങ്ങനെയാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് നമ്മൾ പഠിക്കണം. ഇനി ആക്റ്റീവ് ആൻഡ് പാസീവ്, നമ്മൾ നേരത്തെ പറഞ്ഞ ടെൻസിൽ ഓരോന്നും എങ്ങനെയാണ് മാറുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് പ്ലേഡ്, അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഒരു രീതിയിൽ ഇപ്പം അത് പ്ലേ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ റേഡിയോ പ്ലേ ചെയ്യുന്നു എന്നത് റേഡിയോ പ്ലേ ചെയ്യപ്പെട്ടു എന്ന രീതിയിലേക്ക് മാറുന്ന ഒരു രീതിയാണ് ഈ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇനി കറക്ഷൻ ഓഫ് സെൻറ്റൻസസ്, നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ട് അതിനകത്ത് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഗ്രാമർ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമുക്ക് വരാറുണ്ട്. ഇനി വൊക്കാബുലറിയാണ് ഏറ്റവും പ്രധാനമായിട്ട്, സിംഗുലർ പ്ലൂറൽ വരും. ഇനി ജെൻഡർ അനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ, കളക്റ്റീവ് നൗൺസ് ഏതൊക്കെയാണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, സഫിക്സ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, കോമ്പൗണ്ട് വേർഡ്സ്, ഇപ്പോൾ പാൻ കേക്ക്, അപ്പോൾ പാനും ഉണ്ട് കേക്കും ഉണ്ട്, അപ്പോൾ ഏതാണ് അല്ലേ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, അങ്ങനെയൊക്കെയുള്ള നമ്മൾ കോമ്പൗണ്ട് വേർഡ്സ് നോക്കാം. ഇനി സിനോണിംസ് ആൻഡ് അന്റോണിംസ്, സിനോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പര്യായം, അന്റോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവാചകമാണ്. നമ്മൾ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് അന്റോണിംസ്. ഇനി ഫ്രേസൽ വെർബ്സ് നോക്കുന്നുണ്ട്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഉണ്ട്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ വലിയൊരു കാര്യത്തിനെ കുറിക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കും. അത് ഇപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ട് അതിനകത്തൊരു അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഒരു ഭാഗത്തിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു വാക്ക്, അങ്ങനെയൊക്കെ നമുക്ക് ചോദിച്ചേക്കാം. ഇനി വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, ഒരേ രീതിയിൽ ഇപ്പം ക്വയറ്റ് എന്ന് പറയുമ്പോൾ ക്വിറ്റ്, ഇത് രണ്ടും നമുക്ക് ഏകദേശം സെയിം ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരേ രീതിയിലുള്ള വേർഡ്സ് അത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചോദ്യത്തിൽ വരാം. കറക്റ്റായിട്ടുള്ള നമ്മൾ ചൂസ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഇഡിയംസും അതിൻ്റെ മീനിങ്സും, പ്രയോഗങ്ങൾ, ഭാഷാപ്രയോഗങ്ങൾ, ഇപ്പോൾ അടിപൊളി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ പലതരത്തിൽ നമുക്ക് ഇംഗ്ലീഷിലും പല പ്രയോഗങ്ങളുണ്ട്, അതിനെയൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അബ്രിവേഷൻസിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ അതിനകത്ത് വരാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കാറുള്ളത്. ടെൻസുകൾ, പ്രിപ്പോസിഷൻസ്,
പിന്നെ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, സിനോണിംസ്, അൻറ്റോണിംസ്, ഇഡിയംസ്, സെൻറ്റൻസ് കറക്ഷൻ. ഇത്രയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഏകദേശം നമ്മൾ കഴിഞ്ഞ 10-15 ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണിത്. ഇനി മലയാളം 10 മാർക്കിന് പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ. അത് പ്രത്യേകിച്ച് പറയേണ്ട പഴഞ്ചൊല്ലുകൾ അറിയാലോ. പദശുദ്ധി, ഒരു 4 വാക്ക് തന്നിട്ട് ഏറ്റവും കൃത്യമായിട്ടുള്ള അക്ഷരം കൃത്യമായിട്ടുള്ളത് നമ്മൾ എടുക്കുക. വാക്യശുദ്ധി എടുക്കുക, വാക്യം കൃത്യമായിട്ടായിരിക്കണം. ഇപ്പോൾ ഒരേ അർത്ഥമുള്ള 2 പദങ്ങൾ ഒരു സെൻറ്റൻസിൽ വരാൻ പാടില്ല. അങ്ങനെ കുറച്ച് നിയമങ്ങളുണ്ട് അല്ലെ. പര്യായം, ഒറ്റപ്പദം. ഓക്കെ, ഇനി നമുക്ക് ചില അവസരങ്ങളിൽ പരിഭാഷ ചോദിക്കാറുണ്ട്. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പരിഭാഷയായിട്ടുള്ള മലയാള പ്രയോഗം, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഇനി സമാന പദം, ഒരേ രീതിയിലുള്ള സമാന പദങ്ങൾ ചേർത്തെഴുതുക. 2 വാക്കുകൾ നിന്നിട്ട് ചേർത്തെഴുതുന്നത്. സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് 2ആയിട്ട് പിരിച്ചെഴുതുക. ഘടകപദം, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്കുള്ളത്. അപ്പോൾ നമ്മളുടെ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വൊക്കാബുലറിയിൽ ഈ പറയുന്ന ചോദ്യങ്ങൾ പലതും നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ചോദിക്കാറുണ്ട്. അത് നമുക്ക് പണ്ട് കാലം മുതലേ PSC ചോദിക്കുന്ന രീതിയിൽ തന്നെ വാക്യശുദ്ധി കാര്യമായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ തെറ്റായ പദപ്രയോഗങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പഴഞ്ചൊല്ലുകൾ നമുക്ക് പലപ്പോഴും വരാറുണ്ട്. ഇതൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ട്രഡീഷണലായിട്ട് പഠിക്കുന്ന രീതിയിൽ തന്നെ നമ്മളത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ടോപ്പിക്കും തന്നെ മലയാളത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞതിൽ ആദ്യത്തെ 50% ചോദ്യങ്ങളുണ്ടല്ലോ, അതായത് MEM ഒഴിച്ചിട്ടുള്ള, അതിനകത്ത് നമുക്ക് ഏകദേശം 30% ക്വസ്റ്റ്യൻസ് ആ ഓരോ സബ്ജക്റ്റിൻ്റെ ഉള്ളിലും അത് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പൊളിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഗവർണറുമായിട്ടുള്ളൊരു ഇഷ്യൂ നമുക്ക് സംസ്ഥാനത്തുണ്ടായി. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഗവർണറെ കുറിച്ചൊരു ചോദ്യം ആ വരുന്ന പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്ക് ചോദിച്ചേക്കാം. അപ്പോൾ അങ്ങനെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്ന നമ്മുടെ കോമൺ എക്സാമിനേഷന് നമുക്ക് പഠിക്കേണ്ട സിലബസുകൾ, അതിൻ്റെ ടോപ്പിക്കുകൾ, പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട നമ്മുടെ ടോപ്പിക്സ്. നമുക്ക് സാധാരണ കഴിഞ്ഞ 2021 മുതൽ ചോദിച്ചിട്ടുള്ള 10, 15, 16 ചോദ്യങ്ങളിൽ നമുക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടത്. ഇവ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഏതൊരു എക്സാമും പാസ്സാകുന്നതിന് ഏറ്റവും പ്രഥമമായിട്ട് വേണ്ടത്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.